തെരഞ്ഞെടുപ്പൊരുക്കം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. പടക്കളവും ആരവും ഉണരും മുൻപ് കോൺഗ്രസ് ഉണർന്നു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് നേരത്തെ തന്നെ പിരിവിനിറങ്ങാനാണ് കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുന്നത്. വാർഡ് 1-ന് 60,000 രൂപ പിരിച്ചെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. മണ്ഡലം പ്രസിഡന്റും വാർഡ് പ്രസിഡന്റും ചേർന്ന് ആരംഭിക്കുന്ന സംയുക്ത അക്കൗണ്ടിലേക്കാണ് തുക സൂക്ഷിക്കേണ്ടത്. ഇതിൽ 10% DCCക്ക് നൽകണം. ബാക്കി തുക തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് പ്രാദേശിക അടിസ്ഥാനത്തിൽ ചെലവഴിക്കാം എന്നതാണ് പറയുന്നത്. മേൽക്കമ്മിറ്റികളെ അറിയിച്ചാൽ മാത്രമേ പണം പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. പണം സംഭരിക്കുന്നതിനുള്ള കൂപ്പണുകളും വീടുകളിൽ നൽകുന്നതിനുള്ള അഭ്യർത്ഥനയും വാൾ പോസ്റ്ററുകളും KPCC ആണ് നൽകുന്നത്. ഓഗസ്റ്റ് 29, 30, 31 എന്നീ 3 തീയതികളിലായിട്ട് വാർഡ് തലത്തിൽ ജനങ്ങളിൽ നിന്നും പിരിവ് നടത്തും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി KPCC പ്രസിഡന്റ് മുതൽ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ 4 ദിവസം സംസ്ഥാനത്ത് വീടുകൾ കയറിയിറങ്ങും. ഓരോ നേതാവും അവരവരുടെ വാർഡുകളിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കണമെന്നതാണ് പാർട്ടി നൽകിയിട്ടുള്ള കർശനമായ നിർദ്ദേശം. ഗൃഹസന്ദർശന പരിപാടി സഹകരിക്കാതെയും പങ്കെടുക്കാതെയും മാറി നിൽക്കുന്ന നേതാക്കളുടെയും പ്രധാന പ്രവർത്തകരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സംവിധാനവും പാർട്ടി നേതൃത്വം ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട പണം പ്രാദേശികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വോട്ടർ പട്ടികയിൽ മുമ്പില്ലാത്ത വിധം ആളുകളെ പ്രാദേശിക നേതാക്കൾ ചേർത്തു എന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട്. വിവാദങ്ങളിൽ കത്തി നിൽക്കുമ്പോഴും വളരെ ചരിത്രപരമായ തീരുമാനമാണ് കോൺഗ്രസ് കൈക്കൊണ്ടത് എന്നതും ഇതിനു മുന്നിൽ ചേർക്കണം. മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മാതൃകാപരമായ ഒരു തീരുമാനം തന്നെയാണ് കോൺഗ്രസ് എടുത്തത്. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യന്ത്രങ്ങൾ സജ്ജമായി കഴിഞ്ഞു. യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന 21 കേന്ദ്രങ്ങളിൽ പൂർത്തിയായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉടമസ്ഥതയിലുള്ള 1,37,922 ബാലറ്റ് യൂണിറ്റുകളും 5,693 കൺട്രോൾ യൂണിറ്റുകളുമാണ് നിർമ്മാതാക്കളെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലെ 29 എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പരിശീലനം